ഞങ്ങളുടെ ഐനൂസിൻ്റെ മൂന്നാമത്തെ ജന്മദിനമായിരുന്നേ. അപ്പോൾ രണ്ട് ഫാമിലിയും കൂടി ചേർന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചേട്ടായിക്ക് PSC എക്സാം ഉണ്ടായതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഞങ്ങൾ നാട്ടിൽ പോയായിരുന്നേ. എന്നിട്ട് ശനിയാഴ്ച എക്സാമും കഴിഞ്ഞ് തിരിച്ച് നാത്തൂൻ്റെയൊക്കെ കൂടാണ് കേട്ടോ വന്നത്. 9 മണിയായപ്പോഴത്തേന് അവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ ഓൺലൈനിൽ നിന്ന് ഓർഡറും ചെയ്തിട്ടുണ്ടായിരുന്നേ. എല്ലാവരോടും ചേർന്ന് പിന്നെ ബലൂൺ വീർപ്പിക്കലും ചേട്ടായും ചേട്ടനും കൂടെ ഡെക്കറേഷൻ ചെയ്യലും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നേ. കുഞ്ഞുങ്ങളാണെങ്കിൽ ബലൂൺ എടുത്ത് വെച്ച് കളിയുമായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഐനൂസിനെ ഒരുക്കുകയും ചെയ്തായിരുന്നേ. പിന്നെ കണ്ടാൽ ഈ ഡെക്കറേഷൻ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും നല്ല പോലെ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒത്തുപിടിച്ചുകൊണ്ട് പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതും ഇല്ലായിരുന്നേ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഡെക്കറേഷൻ. നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് ബട്ടർ സ്കോച്ച് ആയിരുന്നു. കേക്ക് കൊണ്ടുവച്ചപ്പോഴത്തേന് ഐനൂസ് പിന്നെ കസേരയും കൊണ്ട് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ അങ്ങനെ കേക്കൊക്കെയും കട്ട് ചെയ്ത് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് നാത്തൂന് ഐനൂസിന് കമ്മലാണേ കൊടുത്തത്. അച്ചാച്ചനും അമ്മമ്മയും ചേട്ടച്ചനും അമ്മച്ചിയും ഐനൂസിന് ഡ്രസ്സാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്തത്. അങ്ങനെ ഐനൂസിന് കിട്ടിയ ഒരു പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റായിരുന്നു കേട്ടോ ഈ കുഞ്ഞാമ്മിയുടെ വക. അങ്ങനെ ഐനൂസ് ഏറെ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഈ സൈക്കിള്. അപ്പോൾ കുഞ്ഞാമ്മി അതാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്തത്. ലാസ്റ്റ് നിമിഷം വരെയും കുഞ്ഞാമ്മിയുടെ ഗിഫ്റ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ് എന്താണെന്ന് അറിയേണ്ടി വന്നേ. പക്ഷേ ഐനൂസിനോട് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഐനൂസിന് കിട്ടുമ്പോൾ ഉള്ളൊരു റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവൾ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ ഇത്. കുഞ്ഞാമ്മിയുടെ ഈ ഒരു ഗിഫ്റ്റ് എന്തായാലും ഐനൂസിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മുടെ ഐനൂസിൻ്റെ മൂന്നാമത്തെ ജന്മദിനം അടിപൊളിയായിട്ട് ആഘോഷിച്ച്.